തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് മീഡിയ വൺ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ 4C എന്ന ഫ്ളാറ്റിൽ ക്രമക്കേടിലൂടെ ചേർത്തത് 9 വോട്ടുകളാണ്. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ടുണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവ ആരെങ്ങനെ ചേർത്തു എന്ന് അറിയില്ലെന്നും ഫ്ളാറ്റിലെ താമസക്കാരായ പ്രസന്ന അശോകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പട്ടികയിലെ ആളുകളെ കണ്ടിട്ടേയില്ലെന്ന് വർഷങ്ങളായി ക്യാപിറ്റൽ വില്ലേജിൽ താമസിക്കുന്നവരും പറയുന്നു. മീഡിയ വൺ ബിഗ് ബ്രേക്കിംഗ്. തൃശൂർ പൂങ്കുന്നത്തിലെ ക്യാപിറ്റൽ വില്ലേജ് എന്ന അപ്പാർട്ട്മെന്റിലെ 4C എന്ന ഫ്ലാറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഫ്ലാറ്റിലെ താമസക്കാരിയായ പ്രസന്ന അവരറിയാതെ അവരുടെ വിലാസത്തിൽ ഏതാണ്ട് 9 വോട്ടർമാരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രജിസ്റ്റർ ചെയ്തത്, വോട്ട് ചെയ്തത്. താങ്കളുടെ പേര് ഇതിൽ കാണാം, പ്രസന്ന അശോകൻ. 4C എന്നതിലാണ് കാണുന്നത്. പക്ഷേ ഇതിൽ മറ്റ് പേരുകൾ കാണുന്നതൊന്നും താങ്കളുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരും അല്ലേ? അല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റായ ആളുകളുടെ പേര് താങ്കളുടെ അഡ്രസ്സിൽ എഴുതി വന്നിരിക്കുകയാണോ? ഇതിൽ പറയുന്ന അജയകുമാർ എസ്, അച്ഛൻ്റെ പേര് ശ്രീകുമാരൻ നായർ, താങ്കളുടെ ആരുമല്ല. സുധീർ, അച്ഛൻ്റെ പേര് അയ്യപ്പൻ, ആരുമല്ല. മറ്റു ലിസ്റ്റിൽ പറയുന്നത് സജിത്ത് ബാബു, സുകേഷ്, അറിയില്ല. ഹരിദാസനെയും അറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? താങ്കളുടെ വിലാസത്തിൽ ഇത്രയധികം വോട്ടുകൾ തന്നു. ഇത് കള്ള വോട്ട് ചേർത്തിരിക്കുകയാണോ? എന്താണ്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോ ഈ ഫ്ലാറ്റിൽ 4 വർഷമായി താമസിക്കുന്നു. ഈ ഫ്ലാറ്റ് ഉടമയുടെ ബന്ധുക്കളും ആരുമല്ല? ഇല്ല. ആളുടെ പേര് പ്രിയംവദാന്നാണ് ഫ്ലാറ്റ് ഉടമയുടെ പേര്. അവരുടെയും ആരുമല്ല. പരാതി നൽകിയിരുന്നോ? പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആശിഷ് നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പൊ ഇതിൽ മാത്രം എത്ര വോട്ട് ചേർത്തിട്ടുണ്ട്? ഈ വീട്ടിൽ മാത്രം എത്ര വോട്ട് ചേർത്തിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ പൂങ്കുന്നത്ത് ഒട്ടനവധി, ഇപ്പോൾ ഞങ്ങളെ സമീപത്ത് പൂങ്കുന്നത്തുണ്ട്, അയ്യന്തോള് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ഇത് നടത്തുന്നുണ്ട്. ഇതെല്ലാം കാണിച്ച് നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ ഹരിശ്രീ സ്കൂളിലാണ്. ഈ ഒരു ബൂത്തിൽ മാത്രം 45ഓളം ഇത്തരം ഇതുകൾ ഞങ്ങൾ കണ്ടെത്തി. അതിന് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പ്രസന്നയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വോട്ടർ പട്ടികയിലുള്ളവരെ കുറിച്ച് ഞങ്ങൾ ക്യാപിറ്റൽ വില്ലേജിലെ മറ്റ് അന്തേവാസികളോട് അന്വേഷിച്ചു. അവർക്ക് പറയാനുള്ളത് ഇതാണ്. ഈ പേരിൽ ഇവിടെ താമസമില്ല. ഫ്ലാറ്റിൽ 1 വർഷമായി 2 വർഷമായിട്ട് താമസമില്ല. ഇലക്ഷൻ നടക്കുന്ന സമയത്തും താമസമില്ല. ഇങ്ങനത്തെ ഈ പേരിലുള്ള ഒരാളോ ഒറ്റാൾ താമസമില്ല, സ്ഥിരമായിട്ടുമില്ല, വാടകയ്ക്കുമില്ല. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.